ഈ വേദിയിൽ ദഫ് പ്രദർശനമാണ് നടക്കുന്നത്. കറാമ യൂണിറ്റിന്റെ ദഫ് പ്രദർശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. സ്വാഗതം. السلام عليكم. صلى الله على ابن عبد الله ذي ولك بنفس الله كان عظيما حظا عظيما مبلغا بينا برا رؤوفا مؤمنين رحيما صلوا عليه وسلموا تسليما حمدا وشكر عليك الله يا ربي صل رسول الله خاتم الأنبياء شفيعنا صلى الإله على نور الله حمدا وشكر عليك الله يا ربي صل رسول الله خاتم الأنبياء شفيعنا صلى الإله على نور الله أرسل جل جلاله رسولنا بركة رحمة للعالمين أرسل جل جلاله رسولنا بركة رحمة للعالمين ألفت الولد محمد مصطفى الهادي من جميع العالم حمدا وشكر عليك الله يا ربي صل رسول الله خاتم الأنبياء شفيعنا صلى الإله على نور الله خرجت الملك جبريل حيرا فرأت آيات رسلا لربنا خرجت الملك جبريل حيرا فرأت آيات رسلا لربنا ما نبي كان سراجنا الأعلى كان عربيا حمدا وشكر عليك الله يا ربي صل رسول الله خاتم الأنبياء شفيعنا صلى الإله على نور الله മുത്ത് റസൂലിൻ ജന്മദിനത്തിൽ മധുകൾ പാടാം ഞങ്ങൾ എസ്വയസുബായി കമ്മറ്റി സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമോതുന്നേ മുത്ത് റസൂലിൻ ജന്മദിനത്തിൽ മധുകൾ പാടാം ഞങ്ങൾ എസ്വയസുബായി കമ്മറ്റി സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമാകുന്നേ 1423 കാലങ്ങളും ഒരു കമറും
സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമോതുന്നേ. ഹിജ്റയിൽ 2-ാം വർഷമിലന്ന് തൗഹീദ് ശിർക്കും തമ്മിലടിച്ച് ബദർ എന്ന കോൽക്കിളം വിറച്ച് അംലാക്കിറങ്ങി അവിടമിൽ തൗഹീദ് പൊങ്ങി. അംലാക്കിറങ്ങി അവിടമിൽ തൗഹീദ് പൊങ്ങി. മുത്ത് റസൂലിൻ ജന്മദിനത്തിൽ മധുകൾ പാടാം ഞങ്ങൾ എസ്വായി കമ്മിറ്റി സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമോതുന്നേ. ആപരമായ റസൂലുടെ ഹക്കാൽ അകമണി അനുഗ്രഹം ചൊരിഞ്ഞിടുന്നാഥ അകത്തൊളി നിങ്ങളിൽ എങ്ങിടും മേഘ ഹിദായത്തേക് റബ്ബേ ശഫാഅത്തേക് ഹിദായത്തേക് റബ്ബേ ശഫാഅത്തേക്. മുത്ത് റസൂലിൻ ജന്മദിനത്തിൽ മധുകൾ പാടാം ഞങ്ങൾ എസ്വായി കമ്മിറ്റി സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമോതുന്നേ. മുത്ത് റസൂലിൻ ജന്മദിനത്തിൽ മധുകൾ പാടാം ഞങ്ങൾ എസ്വായി കമ്മിറ്റി സെന്ററിൽ അണിയായി നീങ്ങുന്നേ ഞങ്ങൾ സ്വാഗതമോതുന്നേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മങ്ക ആമിന ബീവി പ്രസവിച്ചതാ മുത്ത് ബീവി ആലിമാതൻ കൺമണി റബിയുൽ അവ്വൽ 12 തിളങ്ങിയേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മങ്ക ആമിന ബീവി പ്രസവിച്ചതാ മുത്ത് ബീവി ആലിമാതൻ കൺമണി റബിയുൽ അവ്വൽ 12 തിളങ്ങിയേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ സുബ്ഹിന്റെ മുമ്പ് തിങ്കൾ ദിനത്തിൽ പനലിൽ സുജൂദായി വന്നിറങ്ങി. ശംസും കമറും താലോലം കൊണ്ട് ഷൗക്കോടെ മർഹബ എന്നുരത്ത് ലോകം ഏറ്റം തിളങ്ങിയ പൊന്തിനം ലോകർക്കാശ്വാസമെന്നും ഉയർന്നിടും ലോകം നാഥനായകായ സയ്യിദേ ലോക റഹ്മത്തുൽ ആലമീനായവർ മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മങ്ക ആമിന ബീവി പ്രസവിച്ചതാ മുത്ത് ബീവി അലിമാതൻ കൺമണി റബിയുൽ അവ്വൽ 12 തിളങ്ങിയേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മിറാജ് രാവിൽ ജിബ്രീലുമൊത്ത് 7-ാം ആകാശം കണ്ടു നബി. സർഗം നരകം കണ്ടു റസൂല് മറ്റു പല പല അത്ഭുതങ്ങൾ അതിന് നബിയുടെ പക്കലെ ഞങ്ങളെ എന്നും നേർവഴി കാട്ടിയ അഥവാ ശാന്തി സന്മാർഗ പാതയിൽ ഞങ്ങളെ എന്നും നിർദ്ദത്തെ ആക്കിയിട് റബ്ബന. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മങ്ക ആമിന ബീവി പ്രസവിച്ചതാ മുത്ത് ബീവി അലിമാതൻ കൺമണി റബിയുൽ അവ്വൽ 12 തിളങ്ങിയേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മങ്ക ആമിന ബീവി പ്രസവിച്ചതാ മുത്ത് ബീവി അലിമാതൻ കൺമണി റബിയുൽ അവ്വൽ 12 തിളങ്ങിയേ. മക്ക മണലാരണ്യത്തിൽ പിറന്നതാ മശ്രിഖിലും മഗ്രിബിലും നബി ശംസുൽ ഹുദാ ഫീ കുല്ലി സമാനി. ബശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി മയിലിന്റെ സുന്ദര രൂപമണിഞ്ഞ ചമഞ്ഞൊരു സുന്ദരമേനി മൗലാന മൗലൽ ആലമീൻ സയ്യിദ് അദ്നാനി. മൊഞ്ച് തികഞ്ഞൊരു മുല്ല ശരീരം നെഞ്ചിവിടുന്നൊരു മോഹന താരം പുഞ്ചിരി തൂകിയ ദന്തലങ്കാരം
മുഞ്ചു തികഞ്ഞൊരു മുല്ല ശരീരം നെഞ്ചു വിടന്നൊരു മോഹന താരം പുഞ്ചിരി തൂകിയ ദന്തലങ്കാരം അലങ്കാര നൂറ് മുഹമ്മദ് കത്തിജ്വലിക്കും ഉത്തമമേനി മൗലാന മൗലൽ ആലമി സയ്യിദ് അദ്നാനി കോമളരാം നബി യൂസഫറന്ന് കമിനിമാരുടെ കൽബ് കവർന്ന് അമുഖം കണ്ടവരൊക്കെ മറന്ന് കോമളരാം നബി യൂസഫറന്ന് കമിനിമാരുടെ കൽബ് കവർന്ന് അമുഖം കണ്ടവരൊക്കെ മറന്നതിനാൽ കൈകൾ മുറിച്ചവർ കാലിൽ തിളങ്ങും തങ്കജമേനി മൗലാന മൗലൽ ആലമി സയ്യിദ് അദ്നാനി പങ്കജമേനിയ കണ്ടവരെങ്കിൽ പങ്കിടും കൽബ് മുറിച്ചവ ചൊങ്കിൽ പങ്കമലർത്തി ആയിഷ മങ്ക പങ്കജമേനിയ കണ്ടവരെങ്കിൽ പങ്കിടും കൽബ് മുറിച്ചവ ചൊങ്കിൽ പങ്കമലർത്തി ആയിഷ മങ്ക അങ്കമണി ആയിഷ തന്നോട് തിങ്കളുദിത്തൊരു ഉത്തമവേണി മൗലാന മൗലൽ ആലമി സയ്യിദ് അദ്നാനി മശ്രിഖിലും മഗ്രിബിലും നബി ശംസ് ഹുദാ ഫീ കുല്ലി സമാനി മശറിന്റെ പുണ്യ ശഫാഅത്തിന്റെ യജമാനി لا إله إلا الله محمد يا رسول الله لا شريك لك الله صل على النبي يا الله صل على النبي يا الله لا إله إلا الله محمد يا رسول الله لا شريك لك الله صل على النبي يا الله صل على النبي يا الله അമ്പയും കാരുണ്യവാനിധിയേ അഖിലവും പോറ്റുന്ന സുബ്ഹാനേ അമ്പയും കാരുണ്യവാനിധിയേ അഖിലവും പോറ്റുന്ന സുബ്ഹാനേ അകമഴിഞ്ഞ അനുഗ്രഹം ചൊരിഞ്ഞിടണേ അഗതികൾ ഞങ്ങളിൽ കാഞ്ഞിടണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ് ലാ ശരീക ലക്കല്ലാഹ് സ്വല്ലി അലൻ നബി യാ അല്ലാഹ് സ്വല്ലി അലൻ നബി യാ അല്ലാഹ് അമ്പകടാങ്ങൾ പണിതവനേ അഖില ചരാചരമുടയവനേ അമ്പകടാഹങ്ങൾ പണിതവനേ അഖില ചരാചരമുടയവനേ അർശിൽ തണലേകി തുണച്ചിടണേ അനുഗ്രഹത്താലതി കാത്തിടണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ് ലാ ശരീക ലക്കല്ലാഹ് صل على النبي يا الله صل على النبي يا الله മാശറ വീട്ടിലെ തണലതിലും സ്വർഗീയ വീട്ടിലെ സുഖമതിലും മാശറ വീട്ടിലെ തണലതിലും സ്വർഗീയ വീട്ടിലെ സുഖമതിലും കേഴുകയാണീ ജീവിതമിൽ കരുണകടാക്ഷം ചൊരിഞ്ഞിടണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ് ലാ ശരീക ലക്കല്ലാഹ് സ്വല്ലി അലൻ നബി യാ അല്ലാഹ് സ്വല്ലി അലൻ നബി യാ അല്ലാഹ് മാപ്പിള കലയെ വളർത്താനായി ദുബായ് നടത്തും ഈ മാപ്പിള കലയെ വളർത്താനായി ദുബായ് നടത്തും ഈ പരിപാടി പല തെറ്റും വന്നേക്കാം പലരെ ഓർത്ത് ക്ഷമിച്ചിടണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലല്ലാഹ് ലാ ശരീക ലക്കല്ലാഹ്
صل على النبي يا الله صل على النبي يا الله لا إله إلا الله محمد يا رسول الله لا شريك لك الله صل على النبي يا الله صل على النبي يا الله صل على النبي يا الله മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ 40 വയസ്സിൽ ജബലിൻ നൂറിൽ നബി എന്ന സ്ഥാനം ലഭിച്ചല്ലോ 40 വയസ്സിൽ ജബലിൻ നൂറിൽ നബി എന്ന സ്ഥാനം ലഭിച്ചല്ലോ ജിബ്രീലെന്നൊരു അംലാക്കിനാൽ ഇഖ്റ ഓതി തുടങ്ങുന്നേ പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ മാനത്തുള്ളൊരു കമറിനെ രണ്ടായി പിളർത്തി കാട്ടിയ ഷഫിയോരേ മാനത്തുള്ളൊരു കമറിനെ രണ്ടായി പിളർത്തി കാട്ടിയ ഷഫിയോരേ മിറാജ് എന്നൊരു യാത്രയിൽ അത്ഭുതം കണ്ട ജബായ റസൂലോരേ പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ വേട്ടക്കടങ്ങിയ മാനിന് ഷാഹിദായി നിന്നുള്ള നബിയാണല്ലോ വേട്ടക്കടങ്ങിയ മാനിന് ഷാഹിദായി നിന്നുള്ള നബിയാണല്ലോ ഇരുളിൽ നിന്നൊരു സൂചിയുമായി തങ്ങളെ നൂറാൽ കണ്ടല്ലോ പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ മാതൃക ജീവിതമായി നടക്കുന്ന തങ്ങളിൽ തൗഫീഖേകല്ല പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ പുണ്യമദീനയിൽ മസ്ജിദ് നബവിയിൽ അന്തിയുറങ്ങും നേതാവേ പരിശുദ്ധ ദീനിൻ പൊൻകൊടി നാട്ടിയ അഷ്റഫുൽ ഖൽഖ് റസൂലോരേ ഇലഹവൻ പുകഴ്ത്തിയ ത്വാഹ റസൂലേ അനുഗ്രഹം നിറഞ്ഞുള്ള യാസീൻ റസൂലേ അറേബ്യൻ മക്ക പൂന്തോപ്പിൽ ഉദിച്ച നിലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ അധ്യക്ഷരെ രക്ഷിതാക്കളെ സഹോദരീ സഹോദരന്മാരെ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1481 ജന്മദിനം ലോകം ആഘോഷിക്കുന്ന ഈ വേദിയിൽ 2 വാക്കു സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം കണ്ട് ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വമായിരുന്നു പ്രവാചകരുടേത്. മഹാൻ എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥവും മാനവും കൈവരുന്നത് തന്നെ പ്രവാചകൻ
രക്ഷിക്കാൻ കഴിയുന്നത്ര മറ്റൊരിടത്തും കാണില്ല. പരസ്പരം പോരടിച്ചും നൂറായിരം ദൈവങ്ങൾക്ക് കുമ്പിട്ടും കള്ളിലും കൊലയിലും പരിചയിച്ച ജനതയെ ഒരൊറ്റ ഇലാഹിനെ ആരാധിക്കുന്ന ജനതയാക്കി എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യപ്രാപ്തിയുടെ ഔന്നത്യം. എന്നാൽ സ്വന്തം കുടുംബമടക്കം തള്ളിപ്പറയാനും നാട്ടിൽ നിന്ന് ഓടിക്കാനും എന്തിനധികം നബിയെ കൊല്ലാൻ പോലും തയ്യാറായി എന്നതായിരുന്നു പ്രതിബന്ധങ്ങളുടെ കാഠിന്യം. എന്നാൽ ചുരുങ്ങിയ 23 വർഷങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ മാതൃകയാക്കാൻ പറ്റിയ ഒരു വലിയ ജനസമൂഹത്തെ വാർത്തെടുത്തുവെന്നതാണ് ലക്ഷ്യപ്രാപ്തിയുടെ ഔന്നത്യം. ഇതിനെ ലീലാ മാർട്ടിൻ പറഞ്ഞതുപോലെ ഏത് അളവുകോൽ കൊണ്ട് നോക്കിയാലും മാനെന്ന് വിളിക്കപ്പെടേണ്ട ഏക വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി പഠിപ്പിച്ച വഴിയിലൂടെ അല്ലാഹു നമ്മെ നടത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് കോഡ് ലെറ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അധ്യക്ഷരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത് പാടുകയും പറയുകയും ചെയ്യുന്ന ഈ വേളയിൽ സമ്മേളിക്കാൻ അവസരം ലഭിച്ചതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതികൾ അനുസരിച്ച് മനുഷ്യന്റെ ജീവിത സൗകര്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാദരക്ഷയിൽ തലയിലണിയുന്ന ശിരോവസ്ത്രങ്ങൾ ഇതിന്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ്. വാർത്താവിനയത്തും വ്യാപാരരംഗത്തും ഒക്കെ കുതിച്ചുകാറ്റും തന്നെ സംഭവിച്ചിട്ടുണ്ട്. ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളും അത്യുത്താധുനിക ശേഷിയുള്ള കമ്പ്യൂട്ടർ തുടങ്ങിയത് പലതും നമുക്ക് അസാധ്യമെന്ന് കരുതിയത് ഇപ്പോൾ ലഘുവായി മാറിയിരിക്കുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിലെ ലൈബ്രറിയിലുള്ള അപൂർവ ഗ്രന്ഥങ്ങളുടെ ധാരാളം പണവും ചെലവും സമയം അഴിച്ച് അവിടെ ചെലവങ്ങി. എന്ത് തന്നെ മേശപ്പുറത്തുള്ള ഇന്റർനെറ്റിൽ വിരലമർത്തിയാൽ ഞൊട്ടിയിട്ട കൊണ്ട് ആ പുസ്തകത്തിന്റെ പേജ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇനിയിപ്പോൾ ഭൂമിയിൽ നിന്ന് എത്ര അകലത്തേക്കുള്ള ഗ്രാമമായ ചൊവ്വയിൽ ചെന്ന് താമസിക്കാനാണ് മനുഷ്യന്റെ പരിപാടി. പല വൻകിട രാഷ്ട്രങ്ങളിലും ചൊവ്വയിൽ ചെന്ന് തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ തത്രപ്പാടിലാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ശാസ്ത്രത്തിന്റെയും കുതിച്ചുകയറ്റമാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലേക്ക് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാരണം തന്നെ സത്യം മനുഷ്യൻ പരാജയത്തിലേക്കാകുന്നു. സത്യം പറയുകയും വിശ്വസിക്കുകയും സത്യം ക്ഷമ കൊണ്ടും ഉപദേശിച്ചതിന് വിശുദ്ധ ഖുർആൻ പറയുന്നു മനുഷ്യൻ പരാജയത്തിലേക്കാണെന്ന്. ശാസ്ത്ര പുരോഗതികൾ നമ്മോട് വിളിച്ചോതുന്നത് മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ചാണ്. ലോകത്ത് വരാനിരിക്കുന്ന കാര്യം മുഴുവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തിന്റെ പുരോഗതികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞതിന്റെ വിവക്ഷ? ഒറ്റ നോട്ടത്തിൽ ഇത്തരം ഒരു തോന്നൽ ഉണ്ടാവുമെങ്കിലും കൂടുതൽ ചിന്തിച്ചാൽ ഖുർആൻ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാവും. മനുഷ്യന്റെ പുരോഗതിയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു തആല മനുഷ്യന് ഇത്രയും സൗകര്യങ്ങളും നൽകിയിട്ടും മനുഷ്യൻ അനീതിയുടെ പതുകുവിലേക്ക് പതിച്ചു പോകുന്നു. മനുഷ്യന്റെ ഉന്മൂലനത്തിന് വേണ്ടിയാണ് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായ ഇന്റർനെറ്റ് തുണിയുടുക്കാത്ത മതാലസയുടെ ഉത്തരങ്ങളായി മാറിയിരിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസം ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപകരിക്കുകയും ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് ഉണർത്തി എന്റെ ഈ കൊച്ചു പ്രശ്നം ഞാൻ ഇവിടെ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആസിഫ് സൈനുദ്ദീൻ കറാമ. ഈ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരറിയിപ്പ് കൂടി. ജുമൈറയിൽ നിന്ന് വന്ന 69538771 ഈ നമ്പറുകളുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അറിയിക്കുന്നു. മലയാള പ്രസംഗ മത്സരം സീനിയർ വിഭാഗത്തിന്റെ മലയാള പ്രസംഗ മത്സരത്തിന് ശേഷം ഈ വേദിയിൽ ജാഫ്രിയ മദ്രസയുടെ ഡഫ് പ്രദർശനമായിരിക്കുമെന്ന് അറിയിക്കുന്നു. മലയാള പ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ സി ഓൺ ദ സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിദീന ബില്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹാദരങ്ങൾ
പ്രവാചകരുടെ തിരുശരീരത്തെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്തോടെ. പ്രിയരെ, വെളുപ്പിൽ ചുവപ്പ് കലർന്നതായിരുന്നു മുത്തുനബിയുടെ നിറം. അധികം ഉയരമില്ല, കുറിയവരുമല്ല. വലിയ ശിരത്തിൽ കറുത്ത അല്പം ചുരുണ്ട മുടി, ഗാംഭീര്യവും സൗന്ദര്യവും നിറഞ്ഞ ഏകവൃത്ത മുഖം, നിബിഡമായ പുരികം, വിശാലമായ നെറ്റി, കറുത്ത് ആകർഷകമായ കണ്ണുകൾ, നീണ്ട കൺപീലികൾ, അല്പം ഉയർന്നു നീണ്ടു മനോഹരമായ നാസിക, നേരിയ വിടവുള്ള തിളക്കമാർന്ന ഒരേ വലിപ്പമുള്ള തൂവെള്ള പല്ലുകൾ, സദാ പൂപുഞ്ചിരി വിരിയുന്ന ചെഞ്ചുണ്ടുകൾ, ഇടതൂർന്ന കറുത്ത താടി, വിസ്തൃതമായ വിരിഞ്ഞ മാറിടം, ദൃഢമായ പേശികളോടുകൂടിയ കൈകാലുകൾ, മൃദുലമായ കൈപ്പത്തികൾ, അല്പമൊന്ന് മുന്നോട്ടാഞ്ഞ് ഉറച്ച കാൽവെപ്പുകളോടുകൂടിയ നടത്തം, തലമുടി ലുത്തിയിൽ ചീകി രണ്ടായി പകുത്തു വയ്ക്കും, വെട്ടിയൊതുക്കിയ താടി, വിശപ്പും ദാഹവും കൊണ്ട് പൊത്തിമുട്ടിയെങ്കിലും കരുത്തും ഓരത്തും ലാവണ്യവും ആ ശരീരത്തിൽ നിറഞ്ഞു നിന്നു. ആരും രണ്ടാമതൊന്നും കൂടി നോക്കിപ്പോവും വിധം വശ്യമേർന്നു ആ മുഖം. ആരെയും കീഴ്പ്പെടുത്തുന്ന ആജ്ഞാശക്തി ആ കണ്ണുകൾക്കുണ്ടായിരുന്നു. കുപ്പായവും തലപ്പാവും ചിലപ്പോൾ തൊപ്പിയും ധരിക്കും. എപ്പോഴും പാദരക്ഷ ധരിക്കുമായിരുന്നു. സുഗന്ധ വസ്തുക്കളോട് വളരെ പ്രിയമായിരുന്നു. നല്ല ഇമ്പமான സ്വരമായിരുന്നു പ്രവാചകന്റേത്. ഉച്ചത്തിൽ സംസാരിക്കില്ല, തീരെ പതുക്കെയും. പ്രധാന കാര്യങ്ങൾ അല്പം ശബ്ദമുയർത്തി പറയും. ആരെന്ത് പറഞ്ഞാലും ശ്രദ്ധിച്ചു കേൾക്കും. സംസാരത്തിനിടയ്ക്ക് മുഖം തിരിക്കില്ല. ഹസ്തദാനം ചെയ്താൽ മറ്റേയാൾ കൈവലിക്കും വരെ കാത്തിരിക്കും. സമയദൈർഘ്യം വരുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല. ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒന്നിച്ചു കൂടാൻ നാഥൻ തുണക്കട്ടി. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. കോഡ് ലെറ്റർ സി. അസ്സലാമു അലൈക്കും. ആദരണീയരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സ്നേഹം, സഹനം, സേവനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ദുബായ് SYS സെൻട്രൽ കമ്മിറ്റി ഒരു മാസക്കാലമായി നടത്തിവരുന്ന മിലാദ് ക്യാമ്പയിന്റെ കുറിക്കുന്ന ഈ വേളയിൽ ഈ വിശാലമായ പ്രമേയം വിശദീകരിക്കാൻ സമയമില്ല എന്ന കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒഴുകുന്ന കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അനന്യമായ മാതൃകയും ഒരു ചെറിയ ചാപ്റ്റർ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അതിന് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സമൂഹത്തെ സൽപാന്താവിലേക്ക് നയിച്ച സമുന്നതരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകരെ വാഴ്ത്താത്ത ഒരൊറ്റ നേതാവും കഴിഞ്ഞു പോയിട്ടില്ല. ഉന്നതമായി കണക്കാകുന്ന ഏതേത് മേഖലകളുണ്ടോ അതിന്റെ ഉന്നതങ്ങളിൽ മുഴുവൻ വിരാജിക്കുന്നതായിട്ട് പ്രവാചകരെ നമുക്ക് കാണാൻ സാധിക്കും. സർവരെയും ആകർഷിക്കുന്ന ഒരു മേഖലയാണല്ലോ കാരുണ്യ പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനത്തിൽ പ്രവാചകരെ കവച്ചു വെക്കാൻ പോകുന്ന ചരിത്രത്തിന് അന്യമാണ്. അഗതികളും അനാഥകളുമായിരുന്ന അവിടുത്തെ കൂട്ടുകാർ അവരെ സംരക്ഷിക്കുന്നതായിരുന്നു പ്രവാചകർ പണം ചെലവഴിച്ചിരുന്നത്. ഒരിക്കൽ പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് അവിടുത്തെ നടുവിരലും ചൂണ്ടുവിരലും ചൂണ്ടി പ്രവാചകർ അരുളുകയുണ്ടായി. വിശക്കുന്നവന്റെ വിശപ്പകറ്റാൻ തന്നാലാകുന്ന നേതാവ് പ്രഖ്യാപിച്ചു. മാത്രമല്ല അത് പ്രവൃത്തി പദത്തിൽ കാണിച്ചു നൽകുകയുണ്ടായി. ഒരു പെരുന്നാൾ സുദിനം പള്ളിയിലേക്ക് പുറപ്പെട്ട പ്രവാചകർ മരുഭൂമിയിൽ ഓടിയും ചാടിയും കളിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് കുറച്ചകലെ മുഷിഞ്ഞ് കീറിയ വസ്ത്രവുമായി കളികളിൽ ഏർപ്പെടാതിരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ പ്രവാചകരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഉടനെ തന്നെ കാരണത്തിന്റെ പ്രവാചകൻ, മദീനയുടെ ഭരണാധികാരി, ലോകത്തിന്റെ പ്രവാചകർ ആ കുട്ടിയുടെ ചാരത്തേക്ക് നീങ്ങുകയാണ്.
അങ്ങനെ ആ കുട്ടിയുടെ തലയിൽ തടയോട് ചോദിക്കുകയാണ്, ഹല്ല തൽബിസു ജദീദൻ, എന്താ മോനെ പുതിയ ധരിക്കാത്തത്? എന്താണ് കൂട്ടുകാരോട് കളിക്കാത്തത്? അയിന അബൂക്ക, ബാപ്പ എവിടെയാണ് മോനെ? ലാലന സ്പർശമേറ്റി ആ കൊച്ചു മനസ്സ് പ്രവാചകർക്ക് മുമ്പിൽ വിതുമ്പുകയാണ്. എന്റെ ഉപ്പ പ്രവാചകരോട് കൂടെയുള്ള യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ നല്ല വരച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ട പ്രവാചകർ ആ കുട്ടിയെ വാരിയെടുത്ത് സഹധർമ്മിണി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തിൽ കൊണ്ടുവരികയാണ്. ആയിഷ, ഇതാ നിനക്ക് നല്ലൊരു പെരുന്നാൾ സമ്മാനം, ഈ കുട്ടിയെ കുളിപ്പിക്കുക, നല്ല വസ്ത്രം ധരിപ്പിക്കുക. അനന്തരം ആ മകനോട് പ്രവാചകർ പറയുകയാണ്, മോനെ, ഇന്നു മുതൽ ഞാൻ നിന്റെ ഉപ്പയാണ്, ആയിഷ നിന്റെ ഉമ്മയാണ്, ഹസൻ ഹുസൈൻ നിന്റെ കൂട്ടുകാരാണ്, മോൻ പോയി കൂട്ടുകാരോടൊത്ത് കളിച്ചുക. ഇത് കേട്ട് സന്തോഷം കൊണ്ട് ഓടിച്ചാടി തുള്ളിച്ചാടി പോകുന്ന ആ കുട്ടിയെ കണ്ട് പ്രവാചകർ നിർവൃത്തി അടയുകയാണ്. ഇതുപോലെ എത്ര സംഭവങ്ങൾ ആ നേതാവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നെ ഇങ്ങനെയായിരുന്നു, ലോകത്ത് കാരണമായിട്ടല്ലാതെ നബിയെ അങ്ങനെ ഞാൻ അയച്ചിട്ടില്ല. പ്രവാചകരുടെ കാര്യങ്ങൾ മനുഷ്യന് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, മറ്റു ജന്തുജാലങ്ങളിലേക്കും ആ കാരണത്തിന്റെ കരങ്ങൾ നീണ്ടുപോയി. ഒരിക്കൽ എല്ലും തോലുമായി ഒട്ടകത്തെ മരുഭൂമിയിൽ കണ്ടപ്പോൾ അവിടുന്ന് അന്വേഷിക്കുകയാണ്, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? ഈ മിണ്ടാപ്രാണിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നോക്കൂ അവിടുത്തെ കാരണത്തിന്റെ വ്യാപ്തി. സ്നേഹവും സഹനവും സേവനവും എല്ലാം ആ മഹത്തായ റഹ്മത്തിൽ നിന്ന് പ്രകടനമായിരുന്നു നാം ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സ്നേഹിക്കുന്നവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. കോഡ് ലെറ്റർ ഇ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹാധന്യരായ അധ്യക്ഷരെ, വന്ദരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ജഗനിയന്താവായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ ഒരിക്കൽ കൂടി നമ്മിൽ ആഗതമായിരിക്കുകയാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ആ മഹാനുഭാവന്റെ ജീവിതം അടുത്തറിയുവാനും അതുവഴി നമ്മുടെ ഭാവി ജീവിതമാർഗം ചിട്ടപ്പെടുത്തുവാനുള്ള അസ്ലഭ മുഹൂർത്തമാണിത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുല്യവും അത്യുന്നതമായ വ്യക്തിത്വം പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവയിൽ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആധുനിക ലോകത്ത് എല്ലാം ഭൗതികതയുടെയും മനുഷ്യയുക്തിയുടെയും അളവ് കോൽ കൊണ്ട് നോക്കിക്കാണുകയാണ് അധിക പേരും. പ്രവാചക പ്രഭു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ കവിഞ്ഞ് ഒരു പ്രത്യേകതമില്ലെന്ന് ജലിപ്പിക്കുന്നവരും അവിടുത്തെ മഹത്വം പാടുകയും പറയുകയും ചെയ്യുന്നത് തനി ശിർക്കാണെന്ന് പ്രചരിപ്പിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. പലപ്പോഴും മുടന്തൻ ന്യായങ്ങളും മുട്ടായുക്തികളും അതിനായി അവർ നിരത്തുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് തരത്തിലാണ് പരിചയപ്പെടുത്തിയതെന്നും അവിടുത്തെ ജീവിതം നേരിൽ കണ്ട് ഇസ്ലാം പഠിച്ച സഹാബത്തെ കിറാം തങ്ങളെ ഏത് തരത്തിലാണ് സമീപിച്ചിരിക്കുന്നതെന്നും അധിക പേര് മനസ്സിലാക്കുന്നില്ല. ഇതാ അല്ലാഹു പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക. ഓ നബി, അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ? അങ്ങയുടെ മുതുവിനെ ഞെരിച്ചു കളയുന്ന അങ്ങയുടെ ഭാരം നാം ഇറക്കി തന്നില്ലയോ? അങ്ങയുടെ കീർത്തി നാം ഉയർത്തുകയും ചെയ്തു. സൂറത്തുൽ ഇൻശിറായിലെ ഏതാനും സൂക്തങ്ങളാണിവ. ഈ സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കുന്നു വറഫഅനാ ലക ദിക്റക എന്നതിന്റെ താല്പര്യം ഇദാ ദുഖിർത മഅയി, എന്നെ എവിടെ പറയപ്പെട്ടാലും എന്നോടൊപ്പം അങ്ങേയും പറയപ്പെടും. അതെ, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായ ഷഹാദത്ത് കലിമ തുടങ്ങി ഒരു മുസ്ലിമിന്റെ സർവ്വ ഇബാദത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കപ്പെടുന്നു. ബാങ്ക്, ഇഖാമത്ത്, നിസ്കാരത്തിലെ അത്തഹിയാത്ത് തുടങ്ങി ഒരു മുസ്ലിമിന്റെ സർവ്വ ഇബാദത്തുകളിലും നബി തിരുമേനിയെ സ്മരിക്കപ്പെടുന്നു. ദിനേനെ 5 നേരം ലോകത്തുള്ള ലക്ഷക്കണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്ന അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
എന്ന ശബ്ദം പ്രവാചകന്റെ പ്രശസ്തിയും മഹത്വവും എന്നെ വിളിച്ചു വന്നത്. ഭൂഗോളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്ന മുസ്ലിമുകൾ വ്യത്യസ്ത സമയങ്ങളിൽ കേൾക്കുന്ന ഈ ബാങ്കുലി ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും നിരന്തരമായി ദിഗന്ധങ്ങളിൽ അലയടിക്കുന്നു. ലോകത്തെ ഇത്രയും അധികം ഉച്ചരിക്കപ്പെടുന്ന നാമം വേറെ ഏതാണുള്ളത്? അതും സൃഷ്ടികർത്താവായ റബ്ബിന്റെ നാമത്തോടൊപ്പം. അത് തന്നെയാണ് സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ നൽകിയ സ്ഥാനം. ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അജ്ഞതയുടെ അന്ധകാരത്തിന്റെ കൂരിനുള്ളിൽ തപ്പിത്തടഞ്ഞു അധാർമികതയുടെ അഗാധ ഗർത്തത്തിലേക്ക് അങ്ങേയറ്റം അതിപ്പതിച്ചു പോയ തന്നെ മൃഗീയ ജീവിതം നയിച്ചു പോയിരുന്ന സിനിമയുടെ ലോകം വിസ്തങ്കോചം വെറുതിയിരുന്ന ഒരു ജനസമൂഹത്തിലേക്കായിരുന്നു മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തിന്റെയും സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും മതമായ പരിശുദ്ധ ഇസ്ലാമുമായി എത്തുന്നത്. തുടക്കത്തിൽ എതിർപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ശരങ്ങൾ നബി തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ സ്നേഹസമ്പന്നതയും ത്യാഗ മനോഭാവവും നിസ്വാർത്ഥ പ്രവർത്തനങ്ങളും കൈമുതലുള്ള പ്രവാചകന്റെ വശ്യമായ സമീപനം മൂലം മനുഷ്യത്വം തൊട്ടു തീണ്ടിട്ടില്ലാത്ത, നേരിന്റെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത കാള സംസ്കാരത്തിന്റെ ഉടമകളായ അറേബ്യൻ ജനസഞ്ചയത്തെ സംസ്കാര സമ്പന്നതയുടെയും നീതിന്യായത്തിന്റെയും സഹോദര്യത്തിന്റെയും മതമായ പരിശുദ്ധ ഇസ്ലാമിന്റെ വെണ്ണിക്കൊടിക്ക് കീഴിൽ അന്യർത്താൻ പ്രവാചക പൊങ്കവയ്ക്ക് കഴിഞ്ഞു. ആ മഹാനായ നേതാവിന്റെ മാതൃക പിൻപറ്റി നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ നാം ബാധ്യസ്ഥരാണ്. മഹത്തായ ഈ നബിദിന സംഗമം നമുക്കതിന് പ്രചോദനമാവട്ടെ എന്ന് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ വിഭാഗം ഖിറാഅത്ത് മത്സരത്തിലെ വിജയികൾ: ഒന്നാം സ്ഥാനം ഫിസിക്സ് മദ്രസയിലെ അഹമ്മദ് റബി, എ ഗ്രേഡ് 10 പോയിന്റ്. രണ്ടാം സ്ഥാനം ഷബീർ ഷാഹിദ് ബദർ കറാമ, ബി ഗ്രേഡ് 6 പോയിന്റ്. മൂന്നാം സ്ഥാനം ദേര മുഹമ്മദ് ലുക്മാൻ അബൂബക്കർ, ബി ഗ്രേഡ് 4 പോയിന്റ്. ഫലപ്രഖ്യാപനം ഒരിക്കൽ കൂടി. ജൂനിയർ വിഭാഗം ഖിറാഅത്ത് മത്സരത്തിലെ മത്സരാർത്ഥികളിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയത് അഹമ്മദ് റബി ഫിസൈസ്, രണ്ടാം സ്ഥാനം ഷാഹിദ് ബദർ കറാമ, മൂന്നാം സ്ഥാനം മുഹമ്മദ് ലുക്മാൻ അബൂബക്കർ ദേര. 5 ഇനങ്ങളിലെ മത്സരം കഴിഞ്ഞപ്പോൾ ഓരോ മദ്രസകളുടെയും പോയിന്റ് നില 35 പോയിന്റോടെ തേര SYS മദ്രസ ഒന്നാം സ്ഥാനത്തും, 26 പോയിന്റോടെ SYS മദ്രസ രണ്ടാം സ്ഥാനത്തും, 23 പോയിന്റോടെ കറാമ SYS മദ്രസ മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു. മറ്റു മദ്രസകളുടെ പോയിന്റ് നില: ജാഫ്ലിയ 17 പോയിന്റ്, ബർദുബൈ 5 പോയിന്റ്, ഹോർലൻഡ് 5 പോയിന്റ്, കറാമ 23. ജാഫ്ലിയ 17, ബർദുബൈ 5, റാഷിദിയ 3. സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം സിറാജ് ദിനപത്രം. വായനയിലും പ്രചരണത്തിലും UAE മുൻപന്തിയിൽ. സിറാജ് ദിനപത്രം സ്പെഷ്യൽ ഓഫറുമായി മെയിൻ ഗേറ്റിന് സമീപം കൗണ്ടർ പ്രവർത്തിക്കുന്നു.
സുഹൃത്ത് കേരളത്തിന്റെ ചരിത്ര ഭൂപടത്തിൽ അവബോധത്തിന്റെ നവജാലകം തുറന്നങ്ങളായ പണ്ഡിതന്മാരും പടുത്തുയർത്തിയ സമസ്ത കേരള സുന്നി യുവജന സംഘം SYS ദുബൈ സെൻട്രൽ കമ്മിറ്റി ഒരുക്കിയ മീലാദ് ക്യാമ്പയിന്റെ സമാപന സംഗമത്തിലാണ് നാം. ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ ജമിയത്തുൽ ഉലമായുടെ അജയ്യനായ കാര്യദർശി ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സദസ്സിനെ സംബോധന ചെയ്യുന്നു. ബിസ്മിയും പുകിൽ സലവാത്തും തസ്ലീമും വിണ്ടാറ്റൽ നബിയുള്ളാനാ വീഗപ്പോൾ പാണിതുള്ള പാകം പാണിതു നാം വെല്ലുന്നു സലാം അലൈക്കും ഉസ്ബാശൃംഗാർ ശൃംഗാര പുതുമാരൻ കൂടുന്ന കല്യാണത്തിനായി കല്യാണ വേലകൾ പാടി കൈമുട്ടാൻ കാവൽ തരുൾ അല്ലാഹുവേ. അബിയത് വർണ്ണമതാം പിന്തണ്ടും അസുരതുമാണേ ബദർ ഹുദായാസീനൻ നബി ഖറജാ എന്നേരം മലർക്കൊടി മൂന്നെണ്ണം കെട്ടിടയതിലൊന്നുണ്ട് അബിയത് വർണ്ണമതാം പിന്തണ്ടും അസുരതുമാണേ ബദർ ഹുദായാസീനൻ നബി ഖറജാ കളകൊടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട് അബിയത് വർണ്ണമതാം കണ്ടും അസുവതുമാമീ സബദകുടേക്കാറുവാക്കും തിരുകരമാലുണ്ടാമെ അതിനനബി തൻ തോളർ മിസ് അബിലീന്താർ അവരത് തന പിടി ചെയ്താറ്റൽ മുതിൽ നിലനിലയാകെ നബി ഖജറായം നേരം വളപടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട് അബിയത് വർണ്ണമതാം പിന്തണ്ടും അസുവതുമാണേ യാസീനൻ നബി ഖജറായം നേരം വളപടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട് അസുവത് വർണ്ണമതാം കണ്ടു അസുവതുമാമീ എങ്ങും വിരിഞ്ഞ് മണം വീശുന്ന മലർ രാജാ റസൂലുള്ളാഹ്
എങ്ങും വിരിഞ്ഞി മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് എങ്ങും വിരിഞ്ഞ് മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് അവൻ ആദ്യം മോദിപ്പിച്ചോടി റസൂൽ ഫാത്തിമ റസൂലുള്ളാഹ് നബി ആദ്യം ഹബീബുള്ളാഹ് അഹദവൻ ആദ്യം മോദിപ്പിച്ചോടി നൂർ ആദ്യം റസൂലുള്ളാഹ് നബി ആദ്യം ഹബീബുള്ളാഹ് എങ്ങും വിരിഞ്ഞ് മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് മംഗളകളിൽ സംഖ്യയായുള്ളോരാമിന ബീവി തൻ പൊന്മലരാം നബി ഹാത്തിം മലരാം എങ്ങും വിരിഞ്ഞി മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് ഉത്തമമായ ഇസ്ലാമിൽ വിത്തായ സത്തായ നൂറുള്ളാഹ് നബി മുത്ത് ഹബീബുള്ളാഹ് എങ്ങും വിരിഞ്ഞ് മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് എങ്ങും വിരിഞ്ഞി മണം വീശുന്ന മലർ രാജ റസൂലുള്ളാഹ് നബി റോജ റസൂലുള്ളാഹ് അഹദായ റബ്ബിൻ മലർക്കാവിൽ അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ വാഹവിൻ തങ്ക കളിത്തോപ്പിൽ നല്ല താരകമൊത്ത് വിരിഞ്ഞല്ലോ അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ വാഹവിൻ തങ്ക കളിത്തോപ്പിൽ നല്ല താരകമൊത്ത് വിരിഞ്ഞല്ലോ മക്കത്ത് വിളക്കാണ് അബൂബക്കറിൻ കാലൻ മണ്ണാണ് മക്കത്ത് കത്തും വിളക്കാണ് അബൂബക്കറിൻ കാലടി മണ്ണാണ് അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ മക്കത്ത് കത്തും വിളക്കാണ് അബൂബക്കറിൻ കാലടി മണ്ണാണ് അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ ത്വാഹാവിൻ തങ്ക കളിത്തോപ്പിൽ നല്ല താരകമൊത്ത് വിരിഞ്ഞല്ലോ അഹദായ റബ്ബിൻ മലർക്കാവിൽ നല്ല തൗഹീദിൻ മുല്ല വിരിഞ്ഞല്ലോ ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ കനികളും നിറന്ന കിളികളും പൂങ്കാറ്റിന്റെ അലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു ഒരു വാക്യം ഷഹാദത്ത് തടിയിട്ട ദിവിടം ഒരു ചന്ദ്രകലയുള്ള കൊടി പാറും ദിവിടം ഒരു ചന്ദ്ര ഷഹാദത്ത് തടിയിട്ട ദിവിടം ഒരു നല്ല റസൂലുള്ള പിറന്നതും ദിവിടം ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടികളി ഉയരത്തിൽ മലയുള്ള വിലസിടുന്നേ മരത്തിന്റെ കരികൾ ചൂടുകാറ്റിനൊളികൾ ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കറക്ക
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വേദിയിൽ ഇനി നടക്കാനിരിക്കുന്നത് സീനിയർ വിഭാഗത്തിന്റെ മലയാള ഗാന മത്സരമാണ്. അവസാന ഇനം സീനിയർ വിഭാഗത്തിന്റെ മലയാള ഗാന മത്സരം. മലയാള ഗാന മത്സരത്തിന് ശേഷം ഈ വേദിയിൽ 2 സംഘങ്ങളുടെ ദഫ് പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണവും. ഫലപ്രഖ്യാപനം ഒരിക്കൽ കൂടി. 1ാം സ്ഥാനം ഖിസൈസ് മദ്രസയിലെ മുഹമ്മദ് ഹിദായത്തുള്ള. 2ാം സ്ഥാനം ദേര SYS മദ്രസയിലെ മുഹമ്മദ് ജവാദ് ഇസ്മായിൽ. 3ാം സ്ഥാനം കറാമയിലെ മർവാൻ അഹമ്മദ് കുട്ടി. ജേതാക്കൾക്ക് നന്ദി. മലയാള ഗാന മത്സരത്തിനുള്ള ജഡ്ജസ് സീറ്റിലെത്തേണ്ടതാണ്. വ്രണിത ഹൃദയങ്ങളുടെ ശ്യാമരക്തം പുരട്ട, ജീർണ മാലിന്യങ്ങളുടെ നെയ്പാട് കലകിയ ആത്മനൊമ്പരങ്ങളുടെ അഗ്നിപർവ്വതങ്ങളിലൂടെ സഞ്ചരിച്ച് വിദേഹത്തിന്റെ കോട്ടകുത്തളകൾ തകർത്തെറിഞ്ഞ് വിജയത്തിന്റെ സോപാനങ്ങൾ കൈയടക്കിയ ഇതിഹാസ പുരുഷൻ ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയെ ധന്യമാക്കുമ്പോൾ സുന്നി പ്രസിദ്ധീകരണങ്ങൾക്ക് വഴി ചേരുവാൻ ആഗ്രഹിക്കുന്നവർ സദസ്സിന്റെ പിൻഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഉമർ സഖാഫി അറിയിക്കുന്നു. അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ തിരുറൗള സിയാറത്തിനായി വിധി തരുനാദ. അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ തിരുറൗള സിയാറത്തിനായി വിധി തരുനാദ. മിന്നിമിനുമുള്ള മിന്നല പോൽ മിന്നുന്ന മധുപുരിയും പൂത്താണി റബ്ബിന്ദൂതർ അവരുടെ മധുവൊഴുകും പേരാണ് മുഹമ്മദ് യാസീൻ. അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ തിരുറൗള സിയാറത്തിനായി വിധി തരുനാദ. 17ാം നാവത്ത് മുത്ത് റസൂലുള്ളാക്ക് പ്രായം 40 കഴിഞ്ഞുള്ളൊരു നേരം ദീന് പ്രഭ ചൊരിയും ദൂതുമായി ജിബ്രീൽ വന്ന് അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ തിരുറൗള സിയാറത്തിനായി വിധി തരുനാദ. അബ്ദുള്ള ആമീന ദമ്പതിമാർക്കേകനായി വളർന്നു മഞ്ച മുത്ത് റസൂല് അവരുടെ മാർഗങ്ങൾ ഓരോന്ന് പിന്തുടരണേ. അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ
തിരുറൗള സിയാറത്തിനായി വിധി തരുനാഥ അറബി മദീന മണ്ണിൽ അന്ത്യമയക്കം കൊള്ളും അന്ത്യനബിയായുള്ള മുത്ത് റസൂല് ആ തിരുറൗള സിയാറത്തിനായി വിധി. മക്ക മണ്ണിൽ പിറന്നുള്ള ദീപമേ മാനവർക്കെന്നും ആശാ കേന്ദ്രമേ സർവലോകർക്കനുഗ്രഹതാരമേ സത്യദീനി ഇസ്ലാമിൻ പ്രദീപമേ മക്ക മണ്ണിൽ പിറന്നുള്ള ദീപമേ മാനവർക്കെന്നും ആശാ കേന്ദ്രമേ സർവലോകർക്കനുഗ്രഹതാരമേ സത്യദീനി ഇസ്ലാമിൻ പ്രദീപമേ സന്മാർഗം കാട്ടി സൽവേദം നീട്ടി സമ്പൂർണ്ണ സന്ദേശം പാരിലാകെ സന്മാർഗം കാട്ടി സൽവേദം നീട്ടി സമ്പൂർണ്ണ സന്ദേശം പാരിലാകെ എങ്ങും അറിവിന്റെ ശോഭ പരത്തിയേ എന്നും മുത്തമദീനിൻ വളർത്തിയേ ജാഹിലിയത്തിൻ കൂരിരുൾ മാറ്റിയേ സത്യപ്രസ്ഥാന പൂങ്കൊടി നാട്ടിയേ അജപാല ലോകം ആകെ നടുങ്ങി ആ പുണ്യമണ്ണിൽ ഇരുളകന്നു അജപാല ലോകം ആകെ നടുങ്ങി ആ പുണ്യമണ്ണിൽ ഇരുളകന്നു ആലമാകെ അനുഗ്രഹ പുനബി അറ്റലായ ഷഫീഉൽ വറനിധി അല്ലമീനായി വളർന്നുള്ള താജൊളി ആകെ ലോകം പാടത്തുള്ള പൊന്നൊളി മക്ക മണ്ണിൽ പിറന്നുള്ള ദീപമേ മാനവർക്കെന്നും ആശാ കേന്ദ്രമേ സർവലോകർക്കനുഗ്രഹതാരമേ സത്യദീനി ഇസ്ലാമിൻ പ്രദീപമേ മക്ക മണ്ണിൽ പിറന്നുള്ള ദീപമേ മാനവർക്കെന്നും ആശാ കേന്ദ്രമേ സർവലോകർക്കനുഗ്രഹതാരമേ സത്യദീനി ഇസ്ലാമിൻ പ്രദീപമേ. അസ്സലാമു അലൈക്കും. ആകലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ ആകലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാശിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ അകലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ അന്ധതായെന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം അന്ധതായെന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം അന്ധസുറ്റ പരിഹാരം ആക്കി നാട്ടിൽ സത്യചാരം കാട്ടി കലിമാ വിരലതു നീട്ടി വിജയ കൊടിയതു നാട്ടി കരയറ്റ സൽഗുണമാർഗ റസൂലേ അകലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ അന്ത്യലോക പ്രവാചക അമ്പിയാക്കളില്ലധിക അന്ത്യലോക
കൗതുക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂൽ. അസ്സലാമു അലൈക്കും. മശരിക്ക് മഗ്രിബിടയിലെ ഖൈബർ എന്നവൻ നീയല്ലോ. മണ്ണിലും വിണ്ണിലും സൃഷ്ടികൾക്കെല്ലാം മന്നവൻ നീയല്ലോ. റബ്ബേ മന്നവൻ നീയല്ലോ. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. മശരിക്ക് മഗ്രിബിടയിലെ ഖൈബർ എന്നവൻ നീയല്ലോ. മണ്ണിലും വിണ്ണിലും സൃഷ്ടികൾക്കെല്ലാം മന്നവൻ നീയല്ലോ. റബ്ബേ മന്നവൻ നീയല്ലോ. ഉലകിൽ മനുഷ്യ ജീവിത മരണം ഉടയവൻ കൽപ്പനയല്ലോ. ഉലകിൽ മനുഷ്യ ജീവിത മരണം ഉടയവൻ കൽപ്പനയല്ലോ. ഉടന്നു ചേരും മണ്ണിൽ നിന്നും ഉയർത്തിടുന്നവനല്ലോ. നാളെ ഉയർത്തിടുന്നവനല്ലോ. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. മശരിക്ക് മഗ്രിബിടയിലെ ഖൈബർ എന്നവൻ നീയല്ലോ. മണ്ണിലും വിണ്ണിലും സൃഷ്ടികൾക്കെല്ലാം മന്നവൻ നീയല്ലോ. റബ്ബേ മന്നവൻ നീയല്ലോ. ഇലകൾ കൊഴിഞ്ഞ മരച്ചില്ലകളിൽ പൂക്കൾ വിടർന്നല്ലോ. ഇലകൾ കൊഴിഞ്ഞ മരച്ചില്ലകളിൽ പൂക്കൾ വിടർന്നല്ലോ. ഇന്നത്തെ യാചകരെ നീ നാളെ സുൽത്താനാക്കിടുന്നല്ലോ. റബ്ബേ സുൽത്താനാക്കിടുന്നല്ലോ. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. അൽഹംദുലില്ലാഹ് സ്തുതികൾ നിനക്ക്. അസ്തഗ്ഫിറുല്ലാഹ് പാപം നീ പൊറുക്ക്. മശരിക്ക് മഗ്രിബിടയിലെ ഖൈബർ എന്നവൻ നീയല്ലോ. മണ്ണിലും വിണ്ണിലും സൃഷ്ടികൾക്കെല്ലാം മന്നവൻ നീയല്ലോ. റബ്ബേ മന്നവൻ നീയല്ലോ. അസ്സലാമു അലൈക്കും. ഇറയോനിൽ ഇരുകരം ഉയർത്തി ഞാൻ തുടങ്ങുന്നു. സ്വലവാത്തും റസൂലോരിൽ ഉരത്തിയിടുന്നു. പുണ്യദിനത്തിലെ മർഹബ പറഞ്ഞിടുന്നു. ഇറയോനിൽ ഇരുകരം ഉയർത്തി ഞാൻ തുടങ്ങുന്നു. സ്വലവാത്തും റസൂലോരിൽ ഉരത്തിയിടുന്നു. പുണ്യദിനത്തിലെ മർഹബ പറഞ്ഞിടുന്നു. പിരീശപ്പൂ മദീനയിൽ ഉറങ്ങുന്ന തിരുനബി അവരുടെ മദ്ഹുകൾ പെരുത്തതാണ്. പറഞ്ഞാൽ അവസാനം അതിലില്ല ഉറപ്പു
ഇറയോനിൽ ഇരുകരം ഉയർത്തി ഞാൻ തുടങ്ങുന്നു സ്വലവാത്തും റസൂലോരിൽ ഉരത്തിടുന്നു പുണ്യദിനത്തിനെ മർഹബ പറഞ്ഞിടുന്നു. ലാസ്റ്റ് കോഡ് ലെറ്റർ എഫ്. അസ്സലാമു അലൈക്കും. الصلاة على النبي والسلام على الرسول الشفيع الأبتري والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبتري والحبيب العربي. നൽകുണമെല്ലാം നബിയുടെ മേൽ, രക്ഷകളെല്ലാം ദൂതരിമേൽ, മദനീയായ ശുഭാഷകരാം അദനീയ സുസ്നേഹിതരാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തരി വൽ ഹബീബിൽ അറബി. തങ്ങൾ ഞങ്ങളിലാഗതരാം നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമായി, എങ്കിലും അതിലും ഉത്തമരായി എന്നേതാവേ തിരുനബിയെ. തങ്ങൾ ഞങ്ങൾ മാതാവോ അഥവാ പ്രിയരാം പിതാവോ, കണ്ടില്ല അവരിരുപേരിലും തങ്ങളെ ശോഭ തിരുനബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തരി വൽ ഹബീബിൽ അറബി. തങ്ങൾ ഞങ്ങളെ രക്ഷിക്കും നാളെ നല്ല ശഫാഅത്തായി, തങ്ങളെ പോലാരുണ്ടതിനായി എന്നേതാവേ തിരുനബിയെ. മോഹിക്കുന്നു ഞങ്ങളെല്ലാം തങ്ങളെ ഔലിലെ പൂജകളെ, ഗ്രന്ഥം വിതരണം ചെയ്യുന്ന എന്നേതാവേ തിരുനബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തരി വൽ ഹബീബിൽ അറബി. ഭീകരമായ ഖിയാമത്ത് നാൾ അന്ന് ശുപാർശ ചെയ്തിടണേ, അത് പാഴായാൽ കഷ്ടമാ എന്നേതാവേ തിരുനബിയെ. പാരിൽ താരകൂട്ടങ്ങൾ മിന്നിത്തിളങ്ങും രാവുകളിൽ, കരുണകളെല്ലാം നബിയുടെ മേൽ എന്നേതാവേ തിരുനബിയെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തരി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തരി വൽ ഹബീബിൽ അറബി. അസ്സലാമു അലൈക്കും. എല്ലാ സഹൃദയരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഈ പരിപാടികൾ വിധി നിർണയിച്ച വിധികർത്താക്കൾക്ക് സെൻട്രൽ എസ്ഐഎസിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് ഇവിടെ തിരശ്ശീല വീണു. ഇനി ഈ വേദിയിൽ SYS ഓർലൻഡ്, SYS തേര, SYS ബർദുബൈ യൂണിറ്റുകളുടെ പ്രദർശനവും ഷെയ്ഖുന AP ഉസ്താദിന്റെ പ്രഭാഷണവുമാണ്. دائما أبدا على حبيبك خير الخلق كلهم مولاي صل